മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പം നമ്മളെല്ലാവരും ഹെയർ ഡൈ ചെയ്യുന്നവരാണ്. എൻ്റെ തല മൊത്തം നരയാണ്. ഞാൻ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ നാച്ചുറൽ ഡൈ പല പ്രാവശ്യം ഉപയോഗിക്കും. അപ്പോഴൊക്കെ എനിക്ക് പനിയാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം അത് കലക്കി വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ 1 മണിക്കൂർ തലയിലൊക്കെ വെച്ചുകൊണ്ട് കഴിയുമ്പം അങ്ങ് പനിയാകും. അങ്ങനെ പിന്നെ ഞാനത് ചെയ്യാതായി. പിന്നെ ഞാൻ നമ്മുടെ ഈ VIP എന്ന് പറഞ്ഞൊരു ഷാമ്പൂ ഡൈ ഉണ്ട്, ഹെയർ ഡൈ ഷാമ്പൂ VIP. അത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരെണ്ണമാണ്. ചിലർക്കൊക്കെ അലർജി ഉണ്ട്. അലർജി ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ല ഒരു ഷാമ്പൂ ആണ്. പക്ഷേ എങ്കിൽ നമ്മൾ ഹെയർ ഡൈ ആണ്. പക്ഷേങ്കിൽ നമ്മൾ എത്ര ഹെയർ ഡൈ ചെയ്താലും 2 ദിവസമാകുമ്പോൾ നമ്മളുടെ മുടി ഹെയർ ഇങ്ങനെ കിളിച്ച് വരും. ആ ഭാഗമെല്ലാം വെളുത്തിരിക്കും. ഇത് കണ്ടില്ലേ? ഞാൻ 2 ദിവസം മെനഞ്ഞാന്ന് ഞാൻ ഡൈ ചെയ്തതാണ്. എൻ്റെ ഇവിടെ പിന്നെ വെള്ള കളറായി. എൻ്റെ മുടി കിളിച്ച് വരുന്നതനുസരിച്ച് നമ്മുടെ മുടി ഇങ്ങനെ വെളുത്തിരിക്കും. അപ്പം അപ്പോഴും നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ VIP നമ്മൾ തലയിൽ ഇങ്ങനെ പതപ്പിച്ച് കൊടുത്താൽ മതി, വെള്ളം ഒഴിക്കണ്ട. നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് കയ്യിലോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ പതപ്പിച്ചാൽ മാത്രം മതി. ചെല്ലുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ മുടി കറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ മൊത്തം കറക്കുന്നതാണ്. ഇത് കണ്ടില്ലേ? ഞാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ എങ്കിൽ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇതേപോലുള്ള കളർ വരും. ഇതിപ്പോൾ ഞാൻ 2 ദിവസമേ ആയുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ എല്ലാം അങ്ങ് വെളുക്കും. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ എൻ്റെ തല മൊത്തം നനച്ചിരിക്കുക. കുറേ നാൾ ഞാൻ ചെയ്തില്ലായിരുന്നു ഈ പനി കാരണം. പിന്നെ ഞാൻ VIP ചെയ്തത്. അപ്പം VIP ചെയ്താലും അപ്പം ഞാൻ ഈ ഹെയർ ഡൈ ചെയ്യാത്തപ്പം ഞാൻ വേറൊരു ഡൈ ചെയ്യും. അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ള കളർ വരുമ്പോൾ അപ്പോഴും നമ്മൾ പിന്നെ VIP ഷാമ്പൂ ആയാലും ഹെയർ ഡൈ ആയാലും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്നറിയാമോ? നമ്മുടെ ഇത്രയും ഭാഗത്ത് നമുക്ക് ചെയ്താൽ മതി. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയതല്ലേ തന്നെ ഉള്ളത്. എന്നാൽ ഇതിൻ്റെ വേറൊരു ഷാമ്പൂ ഒരു ഡൈ ഞാൻ കാണിച്ച ഒരു ടച്ചപ്പ്, നമ്മുടെ ഈ വെളുത്ത ഭാഗം മാത്രം കറുപ്പിക്കുന്നത്. അത് നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് പെട്ടെന്ന് എടുത്തൊന്ന് കറുപ്പിക്കാം. പോയിച്ച് വന്ന് നമുക്കത് തുടച്ച് കളയുകയോ അല്ലെങ്കിൽ കഴുകി കളയുകയോ ചെയ്യാം. അല്ലെങ്കിൽ കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനങ്ങനെ കഴുകി കളയത്തൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം അതേ രീതിയിലൊരു ഷാമ്പൂ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ബ്രഷ് പോലിരിക്കുവാണ്. അതിങ്ങനെ പല്ല് പോലിരിക്കുക. നമ്മുടെ മുടിയൊക്കെ കുരുങ്ങി മുടി പൊട്ടിപ്പോകും. ഇത് ഞാൻ കാണിച്ചു. ഇതിൻ്റെ പേര് ഈവൻ ടോൺ എന്നാണ് കേട്ടോ. EVEN ഈവൻ ടോൺ, TONE ടോൺ. പക്ഷേ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് നമുക്ക് കാണാൻ വയ്യ. ഈവൻ ടോൺ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. മറ്റേതുകൊണ്ട് ഇതുമുണ്ട്. അപ്പോൾ എനിക്കിപ്പം കടയിൽ ഷോപ്പിൽ ചെന്നപ്പോൾ ഞാനിതുപോലെ ഈ കുഞ്ഞുങ്ങളോട് അവിടെ നിൽക്കുന്ന പിള്ളേരോട് പറയുമ്പോൾ അമ്മ എന്നാൽ ഇത് കൊണ്ടുപോയി, ഇത് നല്ലൊരു ഷാമ്പു, ഇത് നല്ലതാണ്, അമ്മയ്ക്ക് നല്ലതാണ്. അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഈ ഹെയർ വെളുത്ത ഭാഗത്ത് മാത്രം പറ്റിയാൽ മതിയല്ലോ. നമ്മൾ വല്ല മൊത്തത്തിൽ നാച്ചുറൽ ഡൈയോ അല്ലെങ്കിൽ നമ്മൾ VIP ഒന്നും ചെയ്യണ്ട. VIP ചെയ്താലും നമുക്ക് 2 ആഴ്ച കഴിയുമ്പോഴത്തേന് നമ്മുടെ മുടി ഇവിടെ ഫ്രണ്ട് മൊത്തം നിറച്ച്. ആ സമയത്ത് നമുക്ക് ഇതേ രീതിയിലുള്ള ഡൈ ചെയ്താൽ മതി. അപ്പം ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ബ്രഷ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതുണ്ടല്ലേ, നമ്മുടെ ലിപ്സ്റ്റിക്ക് പോലെ അതുപോലെ ഐബ്രോ പോലൊക്കെ ഇരിക്കുവാണിത്. ഇത് കണ്ടില്ലേ? ഇത് ഞാൻ കാണിച്ചതാണ്. ഇതാണ് സംഭവം. ഇതിനകത്തുനിന്ന് ഞാൻ ഊരിയെടുത്തതിന് വളരെ റേറ്റും കുറവാണ്. ഇതിനെങ്ങാണ്ട് 75-80 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. നമ്മുടെ ലിപ്സ്റ്റിക്ക് പോലെ തന്നെയാണ്. ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ? ഇത് നമ്മളാണ് ഇങ്ങനെ അങ്ങോട്ട് തിരികെ മേളോട്ട് എടുത്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് പറ്റുന്ന പോലെ തന്നെ നമ്മുടെ ഹെയർ വൈറ്റ് കളറിൽ നമ്മൾ അങ്ങ് പുരട്ടി കൊടുത്താൽ മതി. നമ്മുടെ ഹെയർ മാത്രമേ കറക്കത്തുള്ളൂ. നമ്മുടെ ആ പരിസരം ഒന്നും കറുപ്പ് വീഴത്തില്ല കേട്ടോ. അപ്പം നമുക്കിത് പ്രയോജനപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പുതിയതായിട്ട് നര വരുമല്ലോ, ഓരോ കുഞ്ഞുങ്ങൾക്ക് പുതിയതായിട്ട് നര വരുമല്ലോ. അവർക്ക് ഈ ഡൈ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്കാണ്ട് ഈ ഒരു സാധനം മേടിച്ച് വെച്ചാൽ മതി. ഇതിന് ടച്ചപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് കണ്ണട ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് എൻ്റെ ഹെയർ വെളുത്തിരിക്കുന്ന ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എവിടെയൊക്കെയോ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷാമ്പു, പിന്നെ നമുക്ക് പുരുഷന്മാർക്ക് താടി കറുപ്പിക്കാനും മീശ കറുപ്പിക്കാനും ഒക്കെ നല്ലതാണിത്.
അവരുടെ ഈ താടിക്കൊക്കെ നമുക്ക് ഹെയർ ഡൈ ഉപയോഗിച്ചാൽ ഇവിടെയൊക്കെ താടിയൊക്കെ കറക്കും. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് തൂത്ത് കൊടുത്താൽ മതി. കണ്ടില്ല ഇതുപോലെ. അപ്പം മനസ്സിലായോ? അപ്പോൾ എല്ലാവരും കൊച്ചു കുട്ടികളായാലും നമുക്ക് പെട്ടെന്ന് ഡൈ ചെയ്യുന്നവരായാലും പാർഷ്യലി, അതായത് കുറച്ച് ഭാഗങ്ങൾ ഈ ഹെയർ കിളിച്ച് വരുന്ന ആ ഭാഗം നമ്മൾ ദിവസവും ഡൈ ചെയ്യാൻ നിൽക്കാതെ നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് ഡൈ ചെയ്താൽ മതി. അതുവരെ നമുക്ക് ഈ വെളുത്ത ഭാഗത്ത് മാത്രം ഇത് പുരട്ടാം. ഇത് നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ അധികം തിക്കായിട്ടൊന്നും വരത്തില്ല. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ അത്. കണ്ടില്ലേ എൻ്റെ ഈ വെളുത്ത ഭാഗം ഇപ്പോൾ കണ്ടില്ലേ? അവിടെ നമുക്ക് കറുപ്പൊന്നും വീണിട്ടില്ല. കണ്ടില്ലേ? കറുപ്പില്ല, വെളുപ്പില്ല. ഇപ്പം തന്നെ അവിടെ അങ്ങ് കറുത്ത്. അപ്പോൾ ഈ ഒരു ഡൈ ആണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് വീഡിയോ ഞാൻ ചെയ്തല്ലോ, വീഡിയോ വലിച്ച് നീട്ടിയതൊന്നുമില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്രയും എൻ്റെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് മക്കളെ. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.